ഹലോ, വേദുവിൻ്റെ നഴ്സറിയിലെ സെലിബ്രേഷൻ ഡേ ആണ്. അപ്പം അവളെ റെഡിയാക്കി കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ അപ്പോഴ് തല കെട്ടുന്ന ടൈമിൽ പെട്ടെന്ന് ഇതെടുത്ത് സ്റ്റാൻഡ് വെച്ചതാണേ. അപ്പോൾ തല കെട്ടാനൊക്കെ ഇത്തിരി പാടാണ്, സമ്മതിക്കരുത്. ഞാൻ പഠിച്ച സെയിം നഴ്സറിയിലാണ് വേദവും പഠിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് വർഷം മുമ്പ് ഞാൻ തനിയെ പഠിച്ചൊരു ഹെയർ സ്റ്റൈലാണ്. എൻ്റെ ഹെയറിലിപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം അങ്ങനെ കെട്ടാറില്ല. സെലിബ്രേഷൻ ആയതുകൊണ്ട് എന്ത് കെട്ടുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് എനിക്ക് ഹെയർ സ്റ്റൈൽ ഓർമ്മ വന്നത്. ഈ വോയിസ് കൊടുക്കാൻ നേരം എൻ്റെ കൂടെ വേദ ഒന്ന് ഇരിപ്പുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹെയറൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് അവളെ റെഡിയാക്കി ഇരുത്തിയിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത്. പക്ഷേ സമയം നന്നായിട്ട് വൈകിപ്പോയായിരുന്നു. വേദുവിൻ്റെ തല കെട്ടുന്നതൊന്നും അത്ര എളുപ്പ പണിയൊന്നുമല്ല. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടാണ് ആൾ നന്നായിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഒരുക്കി ഇവിടെ കൊണ്ട് ഇരുത്തി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. അപ്പോൾ കുറച്ച് ടൈമൊക്കെ മിണ്ടാതിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും റെഡിയായി നഴ്സറിയിട്ട് പോയി. സെലിബ്രേഷൻ്റെ അന്ന് രാവിലെ വാക്സിനേഷൻ നടന്നതുകൊണ്ട് ഉച്ചയ്ക്ക് എത്തിയാൽ മതിയാന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് എത്താനാണ് പറഞ്ഞത്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് 12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു. പിന്നെ വേദുവിനെ അവിടെ ആക്കി ഞാൻ പുറത്ത് പോയി. തിരിച്ച് വന്നപ്പോഴാണ് അത്ത ഇടുന്നത് കാണാൻ വേണ്ടി അവൾ മുകളിൽ കയറി പോയത് കേട്ടോ. പിന്നെ അവിടെ നിന്നപ്പോഴത്തേക്ക് ടീച്ചർ വിളിച്ചായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അവരുടെ അമ്മമാരും കൂടെ നിൽക്കാം. ചിലർ ഒറ്റയ്ക്ക് വാരി കഴിക്കും, ചിലർ കഴിക്കില്ല. വേദം അങ്ങനെ കഴിക്കുന്നതല്ല. ഇന്നിപ്പം എല്ലാവരും ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു തനിയെ ചോറൊക്കെ വാരി കഴിച്ചായിരുന്നു. പിന്നെ വേദത്തിൻ്റെ ഇലയിൽ തന്നെ ഞാനും ഇരുന്നേ. അപ്പം വേദ പായസമൊന്നും കഴിച്ചില്ല. അതിൽ നിന്ന് ചിപ്സ് ഉപ്പേരി എടുത്തിട്ട് പുറത്ത് പോയി അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നിന്ന്. പിന്നെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ പുറത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല കാറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ത ഇട്ടത് കാണാനായിട്ട് കുട്ടികളെല്ലാം കൊണ്ടിട്ട് അവരുടെ അമ്മമാരും എല്ലാവരും കൂടെ മുകളിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതൊരു രക്ഷയില്ല. ഇത് പൊളിക്കുമെന്നുള്ള സ്ഥിതി ആയപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരെയും കൂട്ടി വീണ്ടും താഴെ വന്നായിരുന്നു. പിന്നെ അന്നത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഈ നഴ്സറിയുടെ ഫ്രണ്ടിൽ ഓണം ഈ കളം ഇടാത്തത്. പിന്നെ മുകളിൽ സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ മുകളിൽ തന്നെ ഇട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ താഴെ വന്ന് പഴയ കണക്ക് വീണ്ടും കളി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് നേരമൊക്കെ മര്യാദയ്ക്ക് നിന്ന് കളിച്ചു. പിന്നെ ഈ കല്ലും മണ്ണും അതും ഇതുമൊക്കെ പറക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഏകദേശം കുറച്ച് പേരൊക്കെ കഴിച്ച് കഴിഞ്ഞെന്ന് വന്നപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാം. അങ്ങനെ എല്ലാവരും കൂടെ ചെന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കളം പൊളിക്കാനായിട്ട് നിൽക്കുക. പൊളിക്കാൻ പറഞ്ഞപ്പോൾ വേദനയുടെ ഡൗട്ടായിരുന്നേ, ശരിക്കും പൊളിക്കാനാണോ അല്ലേ അതാണ് ആലോചിച്ച് ആദ്യം ഇരിക്കുന്നത് തപ്പി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വാരിയൊക്കെ ഇടുന്ന കണ്ടപ്പോൾ ആൾ കളിയുടെ മോഡ് ഓണായി. പിന്നെ ഇതെല്ലാം വാരി പറക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നഴ്സറിയിൽ നിന്ന് വരണ്ട. പിന്നെ ഈ ഉച്ചത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടൊരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോസായിട്ട് ചെയ്യാം.